പ്പെട്ടത്. ആ ശുചിമുറി ഇടിഞ്ഞു വീണാണ് മരണപ്പെട്ടത്. അപ്പോൾ ആ ഒരു മരണം അറിഞ്ഞിട്ടും, ആ മരണ വിവരം അറിഞ്ഞിട്ടും, അത് മകൾ പോയി എല്ലാവരോടും പറഞ്ഞിട്ടും ഒരാൾ പോലും അന്വേഷണത്തിന് തയ്യാറായില്ല. അവരെല്ലാം പറഞ്ഞത് ആ ശുചിമുറി ഉപയോഗശൂന്യമാണ്, ആരും കയറാറില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ശുചിമുറിയാണെങ്കിൽ ഈ ബിന്ദു എന്ന് പറയുന്ന യുവതി എങ്ങനെ അവിടെ പോയി? വല്ല മാജിക്കും കാണിച്ച് കയറിയതാണ്. ആ ഡോറ് തുറന്നിട്ട് അങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്ന ഡോറിന്റെ താക്കോല് പോലും ഈ പറയുന്ന ഹോസ്പിറ്റൽ അധികൃതരുടെ കയ്യിലല്ലേ? ഇനി അത് അടച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ഇവരുടെ ഭാഗത്തെ വീഴ്ചയല്ലേ? ആ വീഴ്ചകളെ വെള്ളപൂശാനല്ലേ നമ്മുടെ ആരോഗ്യമന്ത്രിയും അതേപോലെ തന്നെ കൂട്ടത്തിലുള്ള മന്ത്രിമാരെ ശ്രമിച്ചത്? ആരോഗ്യമന്ത്രി എവിടെ പോയാലും കുറെ മുട്ടാപ്പയ്ക്ക് ന്യായം കുറച്ച് വെള്ള പേപ്പർ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. അതായത് 2013 ഇങ്ങനെയായിരുന്നു, 2016 ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇതൊക്കെയാണ് കണ്ടത്, ഞങ്ങൾ ഇതാണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഇന്നത്തെ വിഷയം ചോദിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപത്തെ വിഷയം എടുത്തിട്ട് അന്ന് ഞാൻ മന്ത്രിയല്ലായിരുന്നു കേട്ടോ, ഞാൻ പ്രതിനിധിയായിരുന്നു, അന്ന് സ്കൂളിൽ പഠിക്കുക എന്നൊക്കെ പറയുന്ന പോലെ മന്ത്രി വന്നിട്ട് പറയുകയാണ് ഈ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ കുറെ കണക്കുകൾ. അവിടെ ഒരാൾ മരണപ്പെട്ടതിനെ പറ്റി മന്ത്രിക്കൊന്നും പറയാനില്ല. അങ്ങ് അമേരിക്കയിലും മുംബൈയിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ മന്ത്രി ഓടിപ്പോകാനായിട്ട് ശ്രമിക്കും. അതേസമയം കോട്ടയത്ത് മരിച്ചിട്ട് ആ ഒരു മരണവിവരം പറഞ്ഞിട്ട് പോലും സ്വന്തം മകൾ പോയി പറയണം എൻ്റെ അമ്മ